തിരഞ്ഞെടുപ്പിന് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പണം കിട്ടാതിരിക്കാൻ കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് രാവിലെ നമ്മളുടെ ഈ മോർണിംഗ് ഷോ പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് ധാരാളം മെസ്സേജുകൾ വന്നിരുന്നു. ഞങ്ങൾക്ക് പണം കിട്ടിയില്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ജോലിക്ക് നിന്നവരാണ്, തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, അതിൻ്റെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞു, അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു സർക്കാർ, പക്ഷെ അപ്പോഴും പണം കിട്ടിയില്ല എന്ന പരാതി വളരെ വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ പോലീസ് SPOമാരെ നിയമിച്ചതാണ് പണം കിട്ടാൻ തടസ്സമാകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു. ആകെ 6.5 കോടി കിട്ടേണ്ടതിൽ വെറും 36 ലക്ഷം രൂപ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അനുവദിച്ചത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ഭൂരിപക്ഷവും വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് അവരിതിനെ കണ്ടത്. എന്നാൽ എന്ന് പ്രതിഫലം കിട്ടുമെന്നറിയാത്തതോടെ ആശങ്കയിലാണവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ബൂത്തിൽ വിതരണം ചെയ്തിരുന്ന പണമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 മാസമായിട്ടും ഇവർക്ക് കിട്ടാതിരുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC, NSS എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥികളും സർവീസിൽ നിന്ന് വിരമിച്ച ഭടന്മാരുമെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പിന് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി. ദിവസം 1300 രൂപ വെച്ച് 2 ദിവസത്തേക്ക് 2600 രൂപയാണ് കിട്ടേണ്ടത്. ഒന്നും കിട്ടിയില്ല. സംസ്ഥാനത്താകെ 25,000-ലേറെ പേരെ വിവിധയിടങ്ങളിൽ നിയമിച്ചു. ആകെ കൊടുക്കേണ്ടത് 6.5 കോടി രൂപ. കിട്ടിയതാകട്ടെ വെറും 36 ലക്ഷവും. ഈ പണം വിമുക്ത ഭടന്മാർക്ക് കൊടുക്കണമെന്നും ബാക്കി പണം ഉടൻ കിട്ടുമെന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇതുപോലെ അറിയിപ്പും വന്നു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടാതായതോടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ ഞങ്ങൾ നേരിട്ട് പോയി കാര്യം തിരക്കിയത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് പണം കൊടുക്കാതിരിക്കാൻ കാരണം. SPOമാരുടെ നിയമനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചില്ല. തീർന്നില്ല, 3 വിഭാഗങ്ങളെ മാത്രമേ SPOമാർ ആക്കാവൂ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും കേരള പോലീസ് കാറ്റിൽ പറത്തി. ഇതോടെ വിദ്യാർത്ഥികൾ പണം കിട്ടാതെ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി തുടങ്ങി. ദിവസങ്ങളോളം പണിയെടുത്ത് വിദ്യാർത്ഥികളെ SPOമാരാക്കിയ സ്റ്റേഷനിലെ SIമാരും CIമാരുമാണ് ശരിക്കും വെട്ടിലായത്. പണം ചോദിച്ചെത്തുന്നവരോട് മറുപടി പറയാനാകുന്നില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പണം കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാതെ SPOമാരെ നിയമിച്ചതും നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതുമാണ് തിരിച്ചടിയായത്. ഇതോടെ പ്രതിസന്ധിയിലായത് പോലീസ് സ്റ്റേഷനുകളിലെ SIമാരും CIമാരുമാണ്. എന്ത് മറുപടി പറയുമെന്നറിയാതെ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. കുരുക്കിലായത് ഉദ്യോഗസ്ഥന്മാരാണ്, ബുദ്ധിമുട്ടിലായത് ഈ പാവം വിദ്യാർത്ഥികളുമാണ്. നിരവധി വിദ്യാർത്ഥികൾ ഈ കോഫി വിത്ത് അരുൺ നമ്മുടെ ഈ മോർണിംഗ് പരിപാടിയിൽ തന്നെ എഴുതി അറിയിക്കുന്നുണ്ടായിരുന്നു. TV പ്രസാദിനോട് ഞാൻ ചില മെസ്സേജുകളൊക്കെ അയച്ചു തന്നിരുന്നു. ആ കുട്ടികൾക്ക് ഇനി പണം കിട്ടുമോ ഇല്ലയോ, ആ ചോദ്യം ബാക്കിയാണല്ലേ. ഗുഡ് മോർണിംഗ് അരുണ. ചോദ്യം ബാക്കി തന്നെയാണ്. ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ സാങ്കേതിക തടസ്സമായിരിക്കും എന്നുള്ളതാണ് അരുൺ കരുതിയത്. പക്ഷേ ഇപ്പോൾ ആ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ വിശദീകരണം പരിശോധിക്കുമ്പോഴാണ് അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പണം കിട്ടാതായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങളുള്ളത്. അതായത് ഇപ്പോഴും സംസ്ഥാന സർക്കാരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് പറയുന്നത് അനുമതിയില്ലാതെ നിയമിച്ച ആളുകൾക്ക് എങ്ങനെ പണം കൊടുക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അരുൺ, പ്രധാനപ്പെട്ട കാര്യമുള്ളത് 25,000 പേരെയാണ് സംസ്ഥാനത്ത് ആകെ സ്പെഷ്യൽ ഓഫീസർമാരായി നിയമിച്ചത്. അങ്ങനെ നിയമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത് നിർദ്ദേശമനുസരിച്ച് ചെയ്താൽ അപ്പോൾ തന്നെ അതിന് നടപടി ഉണ്ടാവുകയും ചെയ്യും. അത് പണം വിതരണം ചെയ്യലായാലും മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ കാര്യങ്ങളായാലും എല്ലാം വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ മുൻ വർഷങ്ങളിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയമിക്കുന്നവർക്ക് ബൂത്തിൽ തന്നെ വിതരണം ചെയ്തിരുന്ന പണമാണ്. അതായത് 2ാമത്തെ ദിവസം ഇലക്ഷൻ കഴിയാൻ കുറച്ച് സമയം ബാക്കിയുള്ളപ്പോൾ തന്നെ ഈ പറയുന്ന സ്പെഷ്യൽ ഓഫീസർമാർക്ക് ബൂത്തിൽ ഇത് വിതരണം ചെയ്യുകയും ചെയ്യും. ചെറിയ ശബ്ദ തടസ്സമുണ്ട്. TV പ്രസാദ് ഇപ്പോൾ വിശദീകരിക്കുന്നത് പോലെ എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പിഴവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ്
കമ്മീഷൻ ഇതിൽ കൈമലർത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ വന്നാൽ പണം കിട്ടാൻ സാധ്യതയില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. പക്ഷേ ഇനി എന്താണ് അടുത്ത നടപടി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെന്തായാലും ഒരു പരിഹാരം കാണണമല്ലോ. അവർ പണിയെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. വളരെ സ്തുത്യർഹമായ സേവനമാണ് SPO ഓഫീസർമാർ നടത്തിയത്. അപ്പോൾ അതിനുശേഷം പണം കൊടുക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. പക്ഷേ കണക്കിൽ കൂടുതൽ ആളുകളെ നിയമിച്ചു എന്നതുകൊണ്ടാണ് പണം നൽകാത്തത്. 36 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. 6.5 കോടി വേണം ഇത്രയും പേർക്ക് പണം കൊടുത്ത് തീർക്കാൻ. ആര് കൊടുക്കും? അതാണ് ചോദ്യം.